എഴുത്തോന് മുമ്പിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ ടെൻഷനോടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നെ നമ്മളെ മുത്തശ്ശി ആണെങ്കിൽ ടെൻഷൻ കാണിച്ച് ആംബുലൻസ് ഒക്കെ വന്നില്ല, ഇപ്പോൾ എന്താ സംഭവം ഒന്നും അറിയാൻ വയ്യ, ബാലേന്ദ്രൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യാതൊക്കെ ടെൻഷനായിട്ട് മുത്തശ്ശിയൊക്കെ ടെൻഷൻ കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും പിന്നെ കാണിക്കുന്നത് നമ്മൾ അലീന ആണെങ്കിൽ വന്ന റൂമിൽ നോക്കുമ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ തറയിൽ വീണൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെൻഷനായിരിക്കും കേട്ടോ അലീനയ്ക്കും. അങ്ങനെ പിന്നെ പെട്ടെന്ന് ആംബുലൻസ് ഒക്കെ വന്നിട്ട് നമ്മളെ ബാലേന്ദ്രനെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീവനൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ മനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ മനു പറയുന്നുണ്ട്, അത് അവൾ ആൻറ്റിയുടെ തലയിലൊന്നും അല്ലല്ലോ നിൽക്കുന്നത്, അവിടെ തറയിലല്ലേ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും വൈജയന്തി എന്തൊക്കെ പറയുന്നത് തോന്നുന്നു. അങ്ങനെ മനു ആണെങ്കിൽ നമ്മൾ അലീനയുടെ കയ്യിൽ പിടിച്ചിട്ട് അലീനയെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ കാറിൽ പോകുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ കൃഷ്ണമോളാണെങ്കിൽ നമ്മൾ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി ICUയിൽ കയറുന്നുണ്ട് കേട്ടോ. കയറുന്ന സമയത്താണെങ്കിൽ നമ്മൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ അച്ഛനെ കാണണമെന്ന് ഇങ്ങനെ പറയുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാലേന്ദ്രനാണെങ്കിൽ അത്രയ്ക്ക് ദേഷ്യമുണ്ട് വൈജയന്തി എടുത്ത് കേട്ടോ. അപ്പോഴത്തേക്ക് കയ്യിൽ കുത്തിയിട്ടതും നമ്മളെ നെഞ്ചത്തൊക്കെ കുത്തിയിട്ടതും എല്ലാ മെഷീൻസും കാര്യങ്ങളും എല്ലാം വലിച്ച് ദൂരെ അങ്ങോട്ട് അറിഞ്ഞിട്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുക കേട്ടോ ബാലേന്ദ്രന്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.